കൊല്ലത്ത് കുടിവെള്ളം എടുക്കാൻ വള്ളത്തിൽ പോയ യുവതി വള്ളം മറിഞ്ഞ് മരിച്ചു. പുത്തൻതുരുത്ത് സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. അരുൺ രാജുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. അരുൺ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ശാസ്താംകോട്ട തടാകത്തിൽ നിന്ന് കൊല്ലം നഗരത്തിലേക്കുള്ള കുടിവെള്ളം നിലച്ചിട്ട് ചവറ ഭാഗത്തുള്ള ഈ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ളം നിലച്ചത്. ഇതിനുശേഷം ഈ കൊല്ലം നഗരത്തിലെയും അതുപോലെ തന്നെ ഈ തുരുത്തിലെയും അടക്കമുള്ള ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. കുടിവെള്ളം വളരെ റേഷൻ പോലെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പുത്തൻതുരുത്ത് സ്വദേശിയായ സിന്ധുവും മകനും കൂടി മത്സ്യബന്ധനത്തിന് ശേഷം ഈ കുടിവെള്ളം എടുക്കാനായി കടവിലേക്ക് പോയത്. ഇതിനുശേഷം മടങ്ങി വരുന്നതിനിടയിലാണ് വള്ളം മറിഞ്ഞ് ഈ സിന്ധുവിന് ദാരുണ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിന്ധുവിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വാർഡിന്റെ കൌൺസിലർ കൂടി ചേരുന്നുണ്ട്. ഈ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പകരം സംവിധാനമടക്കം ഏർപ്പെടുത്തിയിരുന്നതല്ലേ? ഏകദേശം ഒരു 8 ദിവസത്തോളമായിട്ട് കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമായിട്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രദേശങ്ങളിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കുടിവെള്ളം വെച്ചാൽ ശാസ്താംകോട്ടയിൽ നിന്നുള്ള കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചവറ പാലത്തിൽ കൂടി വരുന്നത്, പാലത്തിന്റെ സൈഡിൽ കൂടി നമ്മൾ ഒരു ബ്രിഡ്ജ് പോലെ സംവിധാനത്തിൽ കൂടി 700 mm കാസ്റ്റേൺ പൈപ്പിൽ വന്നിരുന്ന കുടിവെള്ളം, അങ്ങനെയാണ് കുടിവെള്ളം വന്നുകൊണ്ടിരുന്നത്. അത് പാലം ഉൾപ്പെടെ തകർന്ന് കായലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബദൽ സംവിധാനം എന്ന രീതിയിൽ ഒരു 200 mm പൈപ്പ് കണക്ട് ചെയ്ത് നിലവിലുള്ള 700 mm കണക്ട് ചെയ്ത് തുരുത്തിലേക്ക് വെള്ളം എത്തുന്നില്ല കൃത്യമായി. അങ്ങനെ ഒരു കണക്ഷൻ പ്രകാരം ബദൽ സംവിധാനം ചെയ്തപ്പോഴത്തേക്ക് അത് നീണ്ടകര പഞ്ചായത്ത് വരെ മാത്രമേ വെള്ളം എത്തുന്നുള്ളൂ. അത് കഴിഞ്ഞ് ശക്തികുളങ്ങര പ്രദേശത്തോട്ടോ അത് ശക്തികുളങ്ങര പ്രദേശത്തിലെ കോർപ്പറേഷന്റെ ശക്തികുളങ്ങര സോണൽ പരിധിയിലുള്ള 7 ഡിവിഷനിൽ കുടിവെള്ളം എത്താതായിട്ട് ഏകദേശം 8 ദിവസത്തിന് മുകളിലെ. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്റെ ഡിവിഷൻ എന്ന് വെച്ചാൽ മീനത്തിശ്ശേരി ഡിവിഷൻ. ആ ഡിവിഷനിൽ ഏകദേശം 9ഓളം തുരുത്തുകളാണുള്ളത്. ജനവാസമുള്ള 9ഓളം തുരുത്തുകളുണ്ട്. അവർ മെയിനായിട്ട് ആശ്രയിക്കുന്ന ഏക മാർഗം ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മാത്രമാണ്. പൈപ്പ് കണക്ഷനിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. അവിടെ ബോർവെൽ താക്കാനോ കിണർ താക്കാനോ അങ്ങനെയുള്ളൊരു സാങ്കേതിക പ്രശ്നമില്ല. അപ്പം പലപ്പോഴും ആളുകൾ അവരുടെ വള്ളങ്ങളിൽ ഇക്കരെ വന്ന് വെള്ളം എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൂടാതെ നമ്മുടെ പ്രദേശത്തുള്ള പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ളവർ കൌൺസിലർ എന്ന നിലയിൽ അതിന്റെ ഉടമകളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആര് വന്നു കഴിഞ്ഞാൽ പോലും അവർ കൃത്യമായിട്ട് വെള്ളം കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഫാത്തിമ ഐലൻഡ്, മുക്കാട് ഫാത്തിമ ഐലൻഡിലേക്കുള്ള ഒരു പാലം പണി സിന്ധുവിന്റെ കാര്യത്തിൽ നിന്നാണ് സംഭവിച്ചത്. സിന്ധു ചേച്ചിയും മകനും കൂടെ രാവിലെ കുർബാന പള്ളിയിൽ പോകുന്നതിന് ശേഷം അവർ മത്സ്യത്തൊഴിലാളിയാണ്. ഈ വല കായൽ കൊണ്ട് വല നീട്ടിയിട്ടുണ്ടായിരുന്നു. വല നീട്ടിയതിന് ശേഷം ഈ വലയും മീനും ഉൾപ്പെടെയുള്ളത് എടുത്ത് വള്ളത്തിൽ വെച്ചതിന് ശേഷം അവരുടെ പ്രദേശത്ത് അടുത്തോട്ട് ചെന്ന് ഒരു ഐസ് പ്ലാന്റിൽ ചെന്ന് വെള്ളം എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക്, കാര്യം ഇറക്കി നിൽക്കുകയാണ്, നല്ല വെള്ളവലിവ് ഉണ്ടായിരുന്നു. വെള്ളവും ഈ വലയും ഉൾപ്പെടെ മറിഞ്ഞ് കായലിൽ പോവുകയാണ് ചെയ്തത്. നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഞാൻ അപ്പോഴത്തന്നെ ഞാൻ അറിയുകയും അവിടെ ചെല്ലുകയും ചെന്ന് ഒരു അപ്പം കടത്തിറക്കുന്ന ഹാരിസൺ എന്ന് പറഞ്ഞ കടത്തുകാരനാണ് ഇവരെ എടുത്ത് കരയ്ക്ക് കൊണ്ടുവരുന്നത്. ഈ മകനെയും ഈ മകൻ കൂടി ഇപ്പോൾ ഇവിടെയുണ്ട്, ആശുപത്രിയിലുണ്ട്. ഈ സിന്ധുവും മകനും കൂടിയാണ് ഈ മത്സ്യബന്ധനത്തിന് ശേഷം വെള്ളമെടുക്കാൻ പോയത്. ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായതുകൊണ്ട് തന്നെയാണ് ഈ വള്ളത്തിൽ പോയി കുടിവെള്ളം ശേഖരിച്ചതല്ലേ? എന്താ അന്ന് സംഭവിച്ചത്? അമ്മയായിട്ട് പോയപ്പോ ഞങ്ങൾ കായലിൽ പോയി വലയും വെച്ചിട്ട് വന്നായിരുന്നു. ആ മീനും വെള്ളത്തിലുണ്ടായിരുന്നു. വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം എടുത്തോട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. തിരിച്ചു വന്നേ വള്ളം കമ്മത് ബോട്ടിൽ ഒറ്റം വേണം. നീന്തൽ അറിയാമായിരുന്നില്ലേ അമ്മയ്ക്ക്? ഇല്ലായിരുന്നുണ്ടായിരുന്നു. വെള്ളം കമ്മന്നു. അമ്മ ബോട്ടിനടിയിലോട്ട് പോയി, പിടിക്കാൻ പറ്റിയില്ല. സമീപത്തുണ്ടായിരുന്നവരാണോ രക്ഷാപ്രവർത്തനം നടത്തിയത്? വള്ളക്കാരനെ ഓടി വന്നെടുത്ത്. വള്ളത്തിൽ ആ സമയത്ത് കുടിവെള്ളം അടക്കം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. മീനും വലയെല്ലാം കുടിവെള്ളം എല്ലാം ഉണ്ടായിരുന്നു.